السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ്, വിശുദ്ധ റബീഉൽ അവ്വൽ മാസം പവിത്രമായ മൗലിദുകൾ കൊണ്ടും ഹബീബായ മുത്തുനബിയെ പുകഴ്ത്തിയും പാടിയും പറഞ്ഞും നമ്മളെല്ലാം വലിയ സന്തോഷത്തിൻ്റെ, വലിയ ആവേശത്തിൻ്റെ വല്ലാത്ത ഒരവസ്ഥയിലാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ മുത്തുനബിയെ കൂടുതൽ പഠിക്കണം, മനസ്സിലാക്കണം, അറിയണം. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു വഴിയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹബ്ബ ടോക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂടുതലായി പറയുന്നില്ല. ഇന്ന് വളരെ കുറഞ്ഞ വിഷയം മാത്രമാണ് പറയുന്നത്. ഒന്ന്, കൂടുതൽ വിശദീകരണം ആവശ്യമില്ലാത്തൊരു വിഷയവും അതേസമയം മറ്റു വിഷയങ്ങൾക്ക് മുമ്പ് ഇതൊന്ന് പറയണം എന്ന് തോന്നിയതും കൊണ്ടാണ് ഇന്ന് ഈ വിഷയത്തിൽ തന്നെ ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഈ ഭൂമിലോകത്തെന്നല്ല, ലോകത്ത് സർവം സൃഷ്ടിക്കും മുമ്പ് അല്ലാഹു തആല സൃഷ്ടിച്ചത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ്. അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവ്വലു മാ ഖലഖല്ലാഹു നൂരി. അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ചത് എൻ്റെ നൂറാണ്. ആ നൂറിനെ പുകഴ്ത്താനും ആ നൂറിനെ അറിയാനും മനസ്സിലാക്കാനും പിന്നെ ലോകത്ത് സർവ ചരാചരങ്ങളെയും റബ്ബ് സംവിധാനിക്കുകയാണ് ചെയ്തത്. ആ നൂറിന്റെ പണിയോ ആ നൂർ റബ്ബിനെ തസ്ബീഹ് ചെയ്യുകയായിരുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട നബിയുല്ലാഹി അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിലൂടെ അല്ലാഹു തആല ആ നൂറിനെ കൈമാറി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനു ശേഷം ബഹുമാനപ്പെട്ട അവിടുത്തെ മകനാകുന്ന ഇസ്മായിൽ അലൈഹിസ്സലാമിലേക്കും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ശേഷം അവിടുത്തെ മക്കളിലൂടെ ബഹുമാനപ്പെട്ട മുറത്ത് എന്നവരിലേക്കും, മുറത്ത് എന്നവരിൽ നിന്ന് കിലാബിൽ നിന്ന് ഖുസയ്യിൽ നിന്ന് അബ്ദുമനാഫിൽ നിന്ന് ഹാഷിമിൽ നിന്ന് അബ്ദുൽ മുത്തലിബിൽ നിന്ന് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹ് തങ്ങളുടെ മകനായിട്ട് മഹദിയാം ആമിന ബീവി റളിയല്ലാഹു അൻഹാ. ആമിന ബീവിയോ വഹബ് എന്നവരുടെ മകളാണ്. വഹബ് എന്നവരോ അബ്ദുമനാഫ് എന്നവരുടെ മകനാണ്. അബ്ദുമനാഫ് എന്നവരോ സഹ്റത്ത് എന്നവരുടെ മകനാണ്. സഹ്റത്ത് എന്നവരോ നേരത്തെ പറഞ്ഞ കിലാബ്, ആ കിലാബ് എന്നവരുടെ മകൻ തന്നെയാണ്. ആ കിലാബ് നേരത്തെ പറഞ്ഞു മുറത്തിന്റെ മകനാണ്. അപ്പൊ ആ രീതിയിൽ രണ്ടു ഭാഗവും കിലാബിൽ നിന്ന് തുടങ്ങിയിട്ട് ഖുസൈ, അബ്ദുമനാഫ്, ഹാഷിം, അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ള, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പുറം നോക്കുകയാണെങ്കിൽ കിലാബിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സഹ്റ, അബ്ദുൽ മനാഫ്, പിന്നെ വഹബ്, ആമിന, മുത്തുനബി. ഇങ്ങനെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മ ബാപ്പ പരമ്പരയാണ്. ഈ പരമ്പര ഒരു രീതിയിലും ഷിർക്കിന്റെയോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഷയത്തിന്റെ പിന്നാലെ പോയ ആളുകളായിരുന്നില്ല. അവരെല്ലാം പരിശുദ്ധരായിരുന്നു. ആ പരിശുദ്ധി അല്ലാഹു തആല അവരിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം അവരിൽ വഹിക്കപ്പെടുന്നതും അവരിൽ നിന്ന് അപ്പുറത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതും അവസാന പ്രവാചകരാകുന്ന ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അങ്ങനെയാണ് അബ്ദുമനാഫിലേക്ക് എത്തുന്നത്, അങ്ങനെയാണ് ഹാഷിമിലേക്ക് എത്തുന്നത്, അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബിലേക്ക് എത്തുന്നത്. ഹബീബായ തങ്ങളുടെ ഉപ്പാപ്പയാണ്, അജ്ജയാണ് അബ്ദുൽ മുത്തലിബ്. യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ പേര് ഷൈബ എന്നാണ്. ഹാഷിം എന്ന് പറയുന്ന ബാപ്പ, അതായത് അബ്ദുൽ മുത്തലിബ് എന്നവരുടെ ബാപ്പ
അവര് കഅബയുടെയും മക്കയുടെയും അധികാരവും അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ആളായിരുന്നു. പഴയ കാലത്ത് അങ്ങനെയാണ്. ഖുറൈശ് കുടുംബമാണ് കഅബാലയത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന പതിവ്. ഇന്നും അങ്ങനെയാണ് തുടർന്നു വരുന്നത് എന്നാണ് എൻ്റെ അറിവ്. ആ ഖുറൈശ് ഗോത്രത്തിൽ അന്നത്തെ പ്രമുഖനായ ഹാഷിം എന്നവര്, ആ ഹാഷിം എന്നവരുടെ ഭാര്യ, അവര് മദീനയിലെ ഖസ്റജ് ഗോത്രക്കാരിയാണ്. അവർ ഗർഭിണിയായി. പ്രസവത്തിന്റെ നാളുകൾക്ക് മുന്നേ ഹാഷിം എന്നവര് മൗത്തായി. ഹാഷിം എന്നവര് മൗത്തായപ്പോ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഹാഷിം എന്നവരുടെ ബ്രദറാകുന്ന, സഹോദരനാകുന്ന മഹാൻ മക്കയുടെയും കഅബാലയത്തിന്റെയും അധികാരവും അവിടുത്തെ കാര്യങ്ങളും നിയന്ത്രണമൊക്കെ ഏറ്റെടുക്കുകയും കുട്ടി ജനിച്ചതിൽ പിന്നെ ഉമ്മയുടെ കൂടെ മദീനയിൽ തന്നെ താമസിക്കുകയും കുട്ടിക്ക് 8 വയസ്സായതിൽ പിന്നെയാണ് തന്റെ എളാപ്പയുടെ കൂടെ മക്കയിലേക്ക് വരുന്നത്. മക്കയിലേക്ക് കിടാവുമായിട്ട് വരുമ്പോ, കിടാവിന്റെ പേര് ഷെയ്ബ എന്നാണെങ്കിലും അന്നത്തെ ഒരു സിസ്റ്റം പ്രകാരം ഒരുപക്ഷെ ഈ കുട്ടി അടിമയാകുമോ എന്ന് വിചാരിച്ചിട്ടാവണം ആൾമാരെല്ലാം മുത്തലിബിന്റെ കൂടെ വരുന്ന ഈ കിടാവിനെ കണ്ടപ്പോ അബ്ദുൽ മുത്തലിബ്, മുത്തലിബിന്റെ അടിമ എന്ന് വിളിച്ചു. ആ പേര് പിന്നെ അങ്ങ് ആയതായി. അതാണ് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്നത്. ശരിക്കു പേര് ഷെയ്ബ എന്നാണ്. ഏതായാലും ആ അബ്ദുൽ മുത്തലിബ് എന്നവര്, അവരേക്ക് അല്ലാഹു തആല മുത്തുനബിയുടെ പ്രകാശം വിട്ടുകൊടുക്കലോടുകൂടെ അതിന്റെ മാറ്റങ്ങളെല്ലാം അവരിൽ കാണുകയും വിവാഹം കഴിയുകയും ആ വിവാഹത്തിന് ശേഷം അവിടുത്തേക്ക് പിറന്ന മക്കളിൽ ഏറ്റവും ചെറിയ മകനാകുന്ന അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, ആ അബ്ദുല്ലാഹ് തങ്ങൾ അവിടുന്ന് ഏകദേശം 25-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നുണ്ട്. 25-ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ ഹബീബായ തങ്ങൾ ഗർഭത്തിലാണ്. ആമിന ബീവി ഗർഭൂഞ്ചിയാണ്, ഗർഭമുണ്ട്. ആ ആമിന ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന മകനെ ഗർഭം ധരിച്ചത് മുതൽ പല അത്ഭുതങ്ങളുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് തങ്ങള് കുട്ടി ജനിക്കുന്നതിന് മുമ്പേ മൗത്താവാണ്, വഫാത്താവുകയാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹയോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ധരിച്ചത് മുതൽ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. പല അനുഭവങ്ങളും എങ്ങനെയാണ് സന്തോഷത്തിന്റെ വിളിയാളങ്ങൾ. പലരും വന്നിങ്ങനെ പറയാണ്, നിങ്ങൾ ഉദരത്തിൽ ചുമക്കുന്നത്, നിങ്ങളുടെ ഭയത്തിലുള്ളത് ഈ ലോകത്തിന്റെ നേതാവാണ്, അവസാന നാളിന്റെ പ്രവാചകരാണ്, അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരായവരാ. ഇങ്ങനെ തുടങ്ങിയിട്ട് പല രീതിയിലുള്ള സന്തോഷത്തിന്റെ പളക്ക വാക്കുകൾ ഇങ്ങനെ മഹദിയാം ആമിന ബീവി റളിയല്ലാഹു അൻഹ കേൾക്കുകയാണ്. നമ്മളൊക്കെ മൗലൂദിൽ തന്നെ ചെല്ലുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആ സന്തോഷങ്ങളെല്ലാം മഹദി ഇങ്ങനെ ഏറ്റെടുത്ത് കാത്തിരുന്ന് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ മാസം 12 അന്ന് ഈ ലോകത്തേക്ക് പിറന്നു വീഴുകയാണ്. ഇൻഷാ അല്ലാഹ് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ട് അടുത്ത ദിവസം പറയും. വളരെ കുറച്ച് മാത്രമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. വളരെ കുറച്ചാണ്. വിഷയത്തിന്റെ തുടർച്ചയും ഇൻഷാ അല്ലാഹ് കാര്യങ്ങളും അടുത്ത ക്ലാസ്സിലായിരിക്കും. ഇന്ന് വെറുതെ നീട്ടി വലിച്ചു പറയേണ്ട ഒരു വിഷയം അല്ലാത്തത് കൊണ്ട് തന്നെ ചുരുക്കിയതാണ്. നിങ്ങളുടെ സൗകര്യവും നമ്മുടെ സൗകര്യവും പരിഗണിച്ചുകൊണ്ട് ഏതായാലും എല്ലാവരും ശരിക്ക് കേൾക്കുക. ഇതിൽ നിന്നെല്ലാം വിഷയങ്ങൾ മനസ്സിലാക്കുക. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരുടെ പേരുകൾ, അതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലിരിക്കേണ്ട കാര്യമാണ്. പണ്ടൊക്കെ കിഫായത്തുൽ അവാം എന്ന് പറയുന്നൊരു കിതാബ്, അല്ലെങ്കിൽ അഖീദത്തുൽ അവാം എന്ന് പറയുന്ന കിതാബ് നമ്മൾ ദർസിലൊക്കെ ഓതിയിട്ടുണ്ടായി. അതിലൊക്കെ ഓതിയ ആൾമാർക്ക് വന്നിട്ടുണ്ടാവും. നമ്മുടെ കോളേജിൽ നമ്മുടെ മക്കളൊക്കെ ഇപ്പോഴും ഓതുന്നുണ്ട്. ആ കിതാബിൽ ഇങ്ങനെ നോക്കിയാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പാരുടെ പേരൊക്കെ കൃത്യമായിട്ട് കാണാം. അശ്റൂന ജിദാദുൻ നബിയിൽ മുസ്തഫ അസ്മാഉഹും മഅറൂഫത്തുൻ ബിലാ ഖഫാ അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ്
وهاشم عبد مناف منتسب قصي كلاب مرة كعب لؤي غالب فهر مالك نظر أخي. ഇങ്ങനെ തുടങ്ങിയിട്ട് ഹബീബായ തങ്ങളുടെ 20 ഉപ്പാപ്പമാരുടെ പേരുകളെ കാണാൻ പറ്റും. ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇന്നത്തെ ദിവസം പറഞ്ഞ കാര്യങ്ങൾ വളരെ കുറവാണ്, അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളും ആണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വിഷയങ്ങളുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് കാണാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.